പോലീസ് സ്റ്റേഷനുകളാണ്. ആ ജനമൈത്രി പോലീസ് സ്റ്റേഷനിൽ ജനങ്ങളോട് സാഹോദര്യവും സ്നേഹവും സേവന മനോഭാവവും കാണിക്കേണ്ട ഒരു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ, അദ്ദേഹം SI ആണ്. ആ SI, അത് ക്രൈം SI, ക്രൈം അഴിച്ചുവിട്ടുകൊണ്ട് കുറ്റവാസന, പ്രബലമായ കുറ്റവാസന പ്രകടിപ്പിച്ചുകൊണ്ട് കുറ്റം സ്വയം ചെയ്യുന്നവനായി, അഴിഞ്ഞാടുന്നവനായി അകപ്പതിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ മിസ്റ്റർ പ്രദീപ് കുപ്പായ അഴിച്ചു വെക്കരുത്, യൂണിഫോം അഴിച്ചു വെക്കണം, ഇറങ്ങിപ്പോണം. നിങ്ങൾ ഈ പോസ്റ്റിന് അർഹനല്ല. കാരണം നിങ്ങൾ ചെയ്യുന്നത് എന്താണോ നിങ്ങൾ ജോലി ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നതെന്ന് പ്രതിജ്ഞ എടുത്തത് അതിന് ഘടകവിരുദ്ധമായ കാര്യമാണ്. പല വീട്ടിലെയും കുട്ടികള് മണ്ണെണ്ണ വിളക്ക് കത്തിച്ച് പഠിച്ച് പരീക്ഷ എഴുതി പോലീസുകാരാവും. ഈ പോലീസുകാരാകുന്നവര് അവരുടെ വേദന മനസ്സിലാക്കി, അവരുടെ സാഹചര്യം മനസ്സിലാക്കി, അവരുടെ കൂടെ ഉണ്ടായിരുന്ന സഹപാഠികളുടെ സാഹചര്യം മനസ്സിലാക്കി, സമൂഹത്തിലെ കുടുംബങ്ങളുടെ സാഹചര്യം മനസ്സിലാക്കി, സമൂഹത്തിലെ വീട്ടമ്മമാരുടെ, ഭാര്യമാരുടെ, മക്കളുടെ വേദന മനസ്സിലാക്കി സർവീസിൽ പ്രവേശിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കിയിരുന്നത്. പക്ഷേ സർവീസിൽ പ്രവേശിച്ചു കഴിയുന്നവരിൽ പലരും ആരാണ്? തിരുവനന്തപുരത്തെ യൂണിവേഴ്സിറ്റി കോളേജിൽ കത്തിക്കുത്തും കഠാരക്കുത്തും കൈവെക്കലും മാത്രം തൊഴിലാക്കിയിരുന്ന ഇടതുപക്ഷ SFI നേതാക്കള് പോലീസിന്റെ റാങ്ക് ലിസ്റ്റിൽ 1ാമതും 3ാമതും 8ാമതും വന്ന് ജോലിയിൽ പ്രവേശിക്കുന്ന ഒരു അവസ്ഥയിലേക്കായത് നമ്മൾ കണ്ടതാണ്. ആ ഒരു ക്രിമിനൽ മൈൻഡ്, ആ ഒരു ഗുണ്ടായിസം, ആ ഒരു ക്രൂര മനസ്സ്, ആ ഒരു വികല മനസ്സ് ഇവിടുത്തെ പല പോലീസുകാർക്കും ഉണ്ടായെങ്കിൽ ആ പോലീസുകാരാവാൻ അർഹനല്ല. പ്രദീപിനും കിടക്കാം ജയിലില്. ശ്രീ പ്രദീപ് അറിയണം ജയിലിൽ കിടക്കൽ എന്താണെന്ന്. ജയിലിൽ കിടക്കുന്ന സുഖം അദ്ദേഹം അറിയണം. ഒരു മനുഷ്യന്റെ ജീവിതം നശിപ്പിച്ച് അവൻ ആജീവനാന്ത ശാരീരിക വേദന സമ്മാനിച്ച്, അവൻ ആജീവനാന്ത മനോവേദന സമ്പാദിച്ച്, അവൻ ആജീവനാന്ത ദാരിദ്ര്യം സമ്മാനിച്ച് ഒരു പ്രദീപും അദ്ദേഹത്തിന്റെ ആൾക്കാരും ഇങ്ങനെ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ സുഖം പ്രദീപ് മനസ്സിലാക്കണം. അത് എണ്ണി മനസ്സിലാക്കണം. ശാരീരികമായ വേദന അനുഭവിക്കാൻ കിടക്കുന്നേ ഉള്ളൂ. അത് അനുഭവിച്ചിട്ടില്ലെങ്കിൽ ഈ നാട്ടിൽ ധാർമ്മികതയില്ല എന്ന് പറയേണ്ടി വരും. അനുഭവിക്കും. കാരണം ഒന്നുകൊണ്ട് അറിയണം, രണ്ടിന്റെ ബലാബലോട്ട് പറഞ്ഞിട്ടുണ്ട്. അത് നടക്കും. അതുകൊണ്ട് പ്രദീപ് എങ്ങനെ എങ്ങോട്ടേത് ബ്രാഞ്ചിലേക്ക് പോയാലും ദൈവത്തിന്റെ കോടതി ശാരീരികമായും കേരളത്തിന്റെ കോടതി നിയമപരമായും അദ്ദേഹത്തിന് ശിക്ഷ വിധിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ആ ശിക്ഷാവിധിക്ക് വേണ്ടി കാതോർത്തുകൊണ്ട്, ആ ശിക്ഷാവിധിക്ക് വേണ്ടി ഏതറ്റം വരെയും പോകാമെന്ന് അനീഷ് പറഞ്ഞ അതേ പ്രതിജ്ഞ ആവർത്തിച്ചുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയും രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ പ്രതിനിധികളും അടങ്ങുന്ന ഈ സമ്മേളനം ഇത് ഒരു സൂചനയാണ് എന്ന് പറയുന്നത് കൊണ്ടാണ്. ഇതൊരു സൂചനയാണ്. ഈ സൂചനയിൽ നിന്ന് പ്രദീപിനെയും കൂട്ടരെയും ശിക്ഷിക്കുന്നത് വരെ ഇതിന്റെ നടപടി ഓണത്തിന് ശേഷവും ഞങ്ങൾ ഓണം കഴിഞ്ഞതുകൊണ്ടൊന്നും അടിയന്തരം കഴിയില്ല. അതുകൊണ്ട് ശിക്ഷാ നടപടി എന്ന അടിയന്തരം നടത്തുന്നതിന് അടിയന്തരമായി ഭാരതീയ ജനതാ പാർട്ടി പെരുമാറും. മനുഷ്യനെ കാണുമ്പോൾ, സാധാരണക്കാരനെ കാണുമ്പോൾ കാക്കിക്കുള്ളിൽ ത്രസിക്കേണ്ട ഹൃദയം കാക്കിക്കുള്ളിൽ മൃഗമാണ് എന്ന് തെളിയിക്കുകയാണ്. പോലീസുകാരൻ മനുഷ്യസ്നേഹിയാകണം. പോലീസുകാരന് കാക്കിക്കുള്ളിൽ മൃഗമാണ്. ഇന്ന് നമ്മൾ കാണുന്നത് 50% പോലീസുകാരെങ്കിലും മനുഷ്യനെ, സാധാരണക്കാരനെ കണ്ടാൽ മൃഗമായി മാറുകയാണ്. ആ മൃഗമായി മാറിക്കഴിഞ്ഞാൽ അവനെ ഇടിക്കണം, അവനെ ഉപദ്രവിക്കണം, അവന്റെ ചോര കുടിക്കണം. അങ്ങനെ മനുഷ്യന്റെ ചോര കുടിച്ച് കൂടുതൽ ഊർജ്ജം സമ്പാദിച്ചുകൊണ്ട് കൂടുതൽ മനുഷ്യനെ കൂടുതൽ രീതിയിൽ ഉപദ്രവിക്കാനുള്ള, ശാരീരിക പീഡനം നടത്താനുള്ള ഒരു അവസ്ഥയിലേക്കാണ് ഇന്ന് ഒരുപാട് പോലീസുകാർ പോകുന്നതെങ്കിൽ അതിന് തടയിടേണ്ട കാലം ആയി കഴിഞ്ഞു. നിങ്ങൾ എപ്പോഴും കാണുന്നത് ADGP മുതൽക്ക് ഇങ്ങോട്ട്, DYSP മുതൽക്ക് ഇങ്ങോട്ട്, SP മുതൽക്ക് ഇങ്ങോട്ട് കേരളത്തിലെ എത്ര മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ് കേസുകളുടെ മുന്നിൽ നിന്നുകൊണ്ടിരിക്കുന്നത്. ഏത് നിമിഷത്തിലും അവർക്ക് ആ കേസുകളിൽ ഉൾപ്പെട്ടാൽ പിന്നീട് വളരെ ദുർബലവും ദുർഗ്രഹവുമായ ഒരവസ്ഥയിലേക്ക് പതിക്കേണ്ടി വരും. പ്രിയപ്പെട്ടവരെ, ഡ്രാക്കുള എന്ന ഒരു കഥാപാത്രമുണ്ട്. കടവാതിൽ, രക്തരക്ഷസ്. ആ ഡ്രാക്കുള ഒരു വ്യക്തിയെ കണ്ടാൽ കുറേശ്ശെയായിട്ട് അയാളുടെ ചോര ഊറ്റി കുടിച്ചിട്ടാണ് ഡ്രാക്കുള വലുതാകുന്നത്. അതുപോലെ സാധാരണക്കാരനെ മർദ്ദിച്ച് അവശനാക്കി,
സാധാരണക്കാരന്റെ ഊണകങ്ങളിൽ കണ്ണീര് തളം കെട്ടിച്ചുകൊണ്ട് സാധാരണക്കാരന്റെ ആയുരാരോഗ്യ സമ്പൽ സമൃദ്ധി മുഴുവൻ ഇല്ലാതാക്കിക്കൊണ്ട് ഇങ്ങനെ ഡ്രാക്കുളയെ പോലെ രക്തം കുടിച്ച് ജീവിക്കുന്ന പിശാചിനെ പോലെയുള്ള പ്രദീപിനെ പോലെയുള്ള പോലീസുകാർ കുപ്പായം ഊരുന്നത് വരെ നമുക്ക് സമരം ചെയ്യേണ്ടി വരും. അദ്ദേഹത്തിന്റെ ജോലി തെറിപ്പിക്കേണ്ട ഒരവസ്ഥയിലാണ് ഇവിടുത്തെ നാട്ടുകാരുള്ളത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇത്തരം അസുര ജന്മങ്ങളെ, അസുര വിത്തുകളെ പോലീസ് സേനയിൽ നിന്ന് നിഷ്കാസനം ചെയ്യണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഈ ധർണ ഉദ്ഘാടനം ചെയ്യുന്നതായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം, വന്ദേ മാതരം.